ബട്ടർ ചിക്കൻ എന്നൊക്കെ പറയും, പക്ഷേ ഇത് ബട്ടർ മുട്ടക്കറിയാണ് കേട്ടോ. ബട്ടർ മുട്ടക്കറി, പപ്പടം, പിന്നെ കുറച്ച് പുട്ട്. ഇത് കേരളത്തിലെ ഞങ്ങളുടെ ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ കുറച്ച് ബട്ടർ മുട്ടക്കറി ഇങ്ങനെ ഒഴിക്കുക. വെള്ളം വരും. അത് കരിവേപ്പില മല്ലിയിലും ഒന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കുഴയ്ക്കുക. എന്നിട്ട് കുറച്ച് കഷ്ണം പപ്പടം നോക്കാം. ബട്ടർ ചിക്കൻ ടേസ്റ്റ് അല്ല, ഞാൻ വറുത്തരച്ച് ഇച്ചിരി ബട്ടർ ഒഴിച്ചു എന്ന് മാത്രം കേട്ടോ. കൊള്ളാം. മുട്ട ഇങ്ങനെ എടുക്കുക, 4 സൈഡും വരഞ്ഞ മുട്ട കഷ്ണം ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. എനിക്ക് മുട്ടയുടെ വെള്ളയിനേക്കാളും ഇഷ്ടം മുട്ടയുടെ ഉണ്ണിയാണ്. സാധാരണ ആൾക്കാർ ഉണ്ണി കഴിക്കുകയല്ല. അല്ല, അപ്പോൾ റൈസ് സ്റ്റീംഡ് കേക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാൻ എളുപ്പമാണ്. പുട്ടുപൊടി, തേങ്ങ, ഉപ്പിട്ട് നല്ലോണം ഒന്ന് ഇങ്ങനെ നനച്ചെടുക്കുക. ഒരുപാട് ഇങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, വാട്ടർ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ വിട്ട് കിടക്കണം പൊടി. എന്നിട്ട് അതിൻ്റെ പുട്ടുണ്ടാക്കുന്ന കണയുണ്ട്, അല്ലെങ്കിൽ പുട്ടുണ്ടാക്കുന്ന ഒരു ടൂളുണ്ട് കേട്ടോ. അതിനകത്ത് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുക. സ്റ്റീംഡ് ഫുഡല്ലേ, സൂപ്പറായിരിക്കും.